Welcome to San Andreas, I'm CJ from Grove Street, land of the heinous, gangbangers and cold. So hi guys, good morning, it's me Razi. അപ്പോൾ ഇന്ന് നാളിലെന്ന് പറഞ്ഞെങ്കിൽ അൽ ഗസൽ ബയോമെട്രിക് സെൻ്ററാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ വരുമ്പോൾ ഷൂട്ട് എടുക്കാൻ മറന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇൻഷാ അല്ലാ ഒന്ന് കാട്ടിക്കാം, എല്ലാം നോക്കിക്കോളും. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് കീനി. 1 കിലോമീറ്റർ നടന്നുകൊണ്ട് വന്ന് ഒന്ന് ലെഫ്റ്റാണ് കാട്ടിക്കുന്നത്. നോക്കാം, ടെസ്ല ഗായ്സ്. വേറെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം അല്ലേ? അപ്പോൾ ഇവിടെ ടൈം 8:40. അപ്പോൾ ഇന്ന് ഷോപ്പ് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഇന്ന് നാസിക് വായി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ലാസ്റ്റ് വീഡിയോയിൽ. അവരാണ് ഇന്ന് ഓപ്പൺ ആക്കുന്നത്. അവർ കയ്യിൽ കീ എല്ലാം കൊടുത്തിട്ട് വന്നിന്. അപ്പോൾ ഇനി അവിടെ ബയോമെട്രിക് സെൻറ്ററിൽ കാണാം ഗായ്സ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, നോക്ക്. മാഷാ അല്ലാഹ്, എന്ത് നല്ല ഉണ്ടല്ലേ, പൊളിയല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ ബയോമെട്രിക്സ് കൊടുത്തിട്ട് പുറത്ത് വന്ന് ഇപ്പോൾ ഒന്ന് കാട്ടിക്കാം. ഇതാ ഇവിടെ ആണെന്നാ കൊടുക്കാൻ പോയിട്ടുണ്ട് ബയോമെട്രിക്സ്. ഇത് കണ്ടോ ഗൈസ്? അപ്പോൾ ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് ഈ ഫിംഗറെല്ലാം കൊടുക്കുന്ന. സിമ്പിൾ പ്രൊസീജിയറാണ്, ലാസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. പോയി ഫിംഗർ വെച്ച് ഓക്കെ നിങ്ങൾ പോകാമെന്ന് പറഞ്ഞ് വന്ന് പുറത്തൊന്ന്. അപ്പോൾ ഇനി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് പിടിച്ച് ഡയറക്റ്റ് ലൈഫിലേക്ക് പോകണം, ഡ്യൂട്ടിക്ക് പോകാണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ബസ് കയറി ആയിട്ട് കാണാം അല്ലേ? ബായ്. അപ്പോൾ ഗൈസ്, ബയോമെട്രിക്സ് ഇനി ബസ് സ്റ്റാൻഡ് തേടി. ആ ബസ് വന്നിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, പക്ഷേ ഡയറക്റ്റ് പോകുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ മുന്നിൽ ഉദയ്ബ 2 എന്ന് പറഞ്ഞിട്ട് ഏതൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം അല്ലേ? ഉദയ്ബ ഇങ്ങോട്ടാണ് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങോട്ട് പോയി, അവിടെ പോയിട്ട് നോക്കുമ്പോൾ എൻ്റെ ബസ് സ്റ്റാൻഡ് ഡയറക്റ്റ് അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇങ്ങോട്ട് പോകുന്നില്ല. ദുബൈക്കെല്ലാം വരുമ്പോൾ കുറച്ച് ലൊക്കേഷനെല്ലാം പഠിച്ചിട്ട് വരണം, ഇല്ലെങ്കിൽ കുറേ കഷ്ടമാവും ഇവിടുന്ന്. മാഷാ അല്ലാ, മാഷാ അല്ലാ. പള്ളി കണ്ട, ഇതെല്ലാം ഇവിടുത്തെ ഗായ്സ്. അപ്പോൾ ഇവിടുത്തെ ഇന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ റോഡ് ക്രോസ് ആക്കുമ്പോൾ ആ മറ്റേ മുന്നിൽ കാണുന്ന റെഡ് ലൈറ്റ് ഇല്ലേ, അത് ഗ്രീനാണ്, ഉണ്ടെങ്കിലേ ഒന്ന് പാസ്സാകാൻ മതി. അത് റെഡ് ആയിട്ട് പോകാൻ മറ്റേ പാസ് എങ്കിൽ നല്ല ഫൈനാണ് കിട്ടുന്നത്, അറിഞ്ഞല്ല. അപ്പോൾ വെയിറ്റ് ആക്കണം കുറച്ച്. അവിടെ ഗ്രീൻ ലൈൻ ആകുമ്പോൾ മാത്രം പോകേണ്ടി. റെഡ് ലൈറ്റ് ആയിട്ട് പോയെങ്കിൽ നല്ല ഫൈനാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി കുറച്ചേരം വെയിറ്റ് ആക്കണം, അത് ഗ്രീൻ ആകുന്ന വരെ വെയിറ്റ് ആക്കണം, ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ലൈൻ ആയിട്ടാകുമ്പോൾ പോകാൻ പാടുള്ളൂ. ഗ്രീൻ ലൈറ്റ് കണ്ടോ ഇപ്പോൾ പോകണം, വെറുതെ ഇങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പോയെങ്കിൽ ഇട്ട് ഫൈനിടും. അതുണ്ടോ ഫുള്ള് ഗ്രീനാണ്, അപ്പുറത്ത് കണ്ടോ റെഡ് നിൽക്കണം. അപ്പോൾ വെറുതെ അങ്ങനെ പോയെങ്കിൽ നല്ല പണിയാണ് കിട്ടുന്നത്. ഇത് കണ്ടോ കഴിച്ചു. അപ്പോൾ റെഡ് ലൈറ്റിൻ്റെ കഥ അറിഞ്ഞല്ലേ, എൻ്റെ ബാക്കിലൊന്ന് കാണും. ഇതാ ഇന്നുണ്ടോ, അങ്ങ് എത്താനായി. അതാ കിട്ടി, അല്ല ഉദയ്ബ ബസ് സ്റ്റാൻഡ്. ഗൈസ്, വിചാരിച്ച പോലെ അത്ര ഈസി ഇല്ല, കുറച്ചെല്ലാം നടക്കണം.
ഇൻഷാ അല്ലാഹ് നടക്കാം. അപ്പോൾ ഇനി മുന്നത്തെ കുറച്ച് വ്യൂ കാട്ടിക്കല്ലേ. അൽ ഹുദൈബ ഇത് കണ്ടോ, ബസ് സ്റ്റാൻഡ് എത്തി. മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ മറ്റേ ഉള്ളിലാണ് പോകേണ്ടത്, അവിടെ അങ്ങോട്ടേക്ക്. ലൊക്കേഷൻ കാട്ടിക്കുന്നത് അങ്ങോട്ടേക്കാണ്, ബട്ട് നമുക്ക് ഇത് മതി ഇപ്പോൾ. ഇന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളെ നാട്ടിലത്തെ ബസ് സ്റ്റാൻഡ് പോലെയല്ല അത്, ഉള്ളിൽ എ സി എല്ലായിട്ട് നല്ല രസമുണ്ട്. ഈ ചൂട്ടിൽ വന്നിട്ട് ഇരിക്കുന്നില്ല. ഒന്ന് കാട്ടിക്കാം. ഇതിലുള്ള എ സി ആണ് ഫുള്ള്, ഓട്ടോമാറ്റിക് ക്ലോസ് ആകുന്നുണ്ട്. ഇതാ ഇതുണ്ടോ, ഇവിടെ എല്ലാ കാര്യവും എതിരുണ്ടാവും. ബസ് ഇൻഫർമേഷൻ, നോ സ്മോക്കിംഗ്. ഇതാ ഇപ്പോൾ ഗൈസ് ഇനി ബസ് എത്ര മണിക്ക് വരുന്നു കുറച്ച് എൻക്വയറി ആക്കിയിട്ട് പിന്നെ കാണാം. ഓക്കെ, എത്ര മണിക്ക് വരുമെന്ന് കണ്ടുപിടിച്ച് ഇതാ ഇവിടെ എല്ലാം മെൻഷൻ ആക്കിയിട്ടുണ്ടാവും. എത്ര മണിക്ക് വരും, ഏത് ബസ്, എങ്ങോട്ട് പോകും, എല്ലാം മെൻഷൻ ആക്കി. അപ്പോൾ ഇനി ബസ്സിന് വെയിറ്റിംഗ്. എവറി 15 മിനിറ്റ്സിൽ ഒരു ബസ് ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, നോക്കാം ഇൻഷാ അല്ലാഹ്. അതുവരെ കുറച്ചുള്ളിൽ എ സിയിലിരിക്കുക അല്ലേ, ഭയങ്കര ചൂടാവിടെ ഗൈസ്. ഇതാ ഫുള്ള് കോൾഡാണ് ഉള്ളിൽ, എ സി എല്ലാം ഇട്ട്. ദുബായ് നേരായിട്ട് പറയണമെങ്കിൽ ഞങ്ങളെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിൽ കാണുന്നതിനെ കാട്ടി ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതിനെ കാട്ടി റിയലായിട്ട് കണ്ടെങ്കിൽ നല്ല രസമാണ്. നേര് പറയാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഫ്രം ബാംഗ്ലൂർ. ഞാൻ ഇവിടെ വിചാരിച്ച പോലെ അല്ല, അതിൻ്റെ കാട്ടി എത്രയോ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ദുബായ്. ഇവിടെ ജോബ് എടുക്കാനും നിൽക്കാനും, ഇപ്പോൾ സൺഡേ വരുമ്പോൾ കറങ്ങാൻ പോകാൻ, ട്രാവലിങ് എല്ലാം രസമാണ്. അപ്പോൾ മൈ സജഷൻ ഈസ് ദാറ്റ് യു ഹാവ് ടു വിസിറ്റ് ദുബായ്. നല്ല രസമാണ് കാണാൻ. ഇതാ ഇത് ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ്, ബസ് സ്റ്റാൻഡായിട്ട്. ബസ് സ്റ്റാൻഡ് ഇത്ര നല്ല ഉണ്ടാകുമ്പോൾ അപ്പോൾ യു ഹാവ് ടു തിങ്ക് ദുബായ് ഇത്ര കൂളായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബസ്സിന് വെയിറ്റിംഗ് ആണ്. ബസ് ഒന്ന് പിന്നെ ഒന്ന് കാട്ടിക്കാം. ഓക്കെ, എങ്ങനെയാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ല. ബസ്സിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഒരു കാർഡ് ടാപ്പ് ആക്കണം. കാർഡ് മെഷീൻ കാണും. പിന്നെ 3 ഡോറുണ്ട്, 3 എൻട്രൻസ് ഉണ്ട്. 3നും ഇങ്ങനെ തന്നെ സെയിം ഉണ്ടാവും കാർഡ് ടാപ്പിംഗ് മെഷീൻ. അവിടെ കയറുമ്പോൾ ടാപ്പ് ആക്കണം, കിഴിയുമ്പോൾ ടാപ്പ് ആക്കണം. ടാപ്പ് ആക്കില്ലെങ്കിൽ 200 ഫൈൻ ഉണ്ടാവും, അതായത് 200 ദിർഹംസിൻ്റെ ഫൈൻ ഉണ്ടാവും. പിന്നെ അതേപോലെ മുന്നിൽ ഒരു സ്ക്രീൻ തന്നില്ല, ആ സ്ക്രീനിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എൻ്റെ വന്നിട്ട് നൈഫ് ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ അതിൽ കാട്ടിക്കും യുവർ നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് നൈഫ് ഇൻ്റർസെക്ഷൻ അറിഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും സിസ്റ്റമാണ്. അതേപോലെ കയറുമ്പോൾ ടാപ്പാക്കണം, കിയുമ്പോൾ ടാപ്പാക്കണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ബസ്സിന് കാണാം അല്ലേ. നെക്സ്റ്റ് സ്റ്റോപ്പ് എൻ്റെ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം പാങ്ങടായി, എല്ലാം പാങ്ങട പോയിന്. കം ഫാസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേട്ടല്ലോ, ഇതിൽ അനൗൺസ്മെൻ്റ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഒരു നോക്കിയിട്ട് വായിക്കാൻ അറിയില്ലെങ്കിൽ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒന്ന് ഇവിടെ ഇനൊന്നും എന്തെന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ പീപ്പിൾസിൻ്റെ ഇവിടുത്തെ ആൾക്കാർ നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോയി ചോദിക്കാം, പറഞ്ഞത്. അപ്പോൾ കണ്ടല്ലേ, ഇതാണ് ദുബായ് ബസ്സിൻ്റെ ഒരു റൂൾസ്. അപ്പോൾ ഇവിടേക്ക് എത്താനായി ഇനി ഒരു 500 മീറ്റർ വെയിറ്റ് വിത്ത് ദ നൈഫ്. അപ്പോൾ ഇനി ഷോപ്പിൽ കാണാമല്ലേ.
അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞ് ഇനി പോക്കാണ്. ഇനി ഷോപ്പിലേക്ക് പോയിട്ട് നാസിക് ഭായി ഉണ്ട് ഷോപ്പിൽ, അപ്പോൾ അവരങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കണം. ഇപ്പോൾ വന്നേക്കാന് ബയോമെട്രിക്സിന് പോയിട്ടുണ്ടായി. അപ്പോൾ ഗൈസ് അൽഹംദുലില്ലാ എത്തി, പാടെത്തി. അത്ര ഒന്നും ടഫ് ഉണ്ടായിട്ടില്ല വിചാരിക്കുന്ന അത്ര. അപ്പോൾ ഷോപ്പ് കിട്ടി അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന് കുറച്ച് പണിയെല്ലാം എടുക്കാമല്ലേ. അങ്ങനെ ബ്രേക്കും കഴിഞ്ഞ്, ഫുഡും കഴിഞ്ഞ്, നല്ല വർക്കും കഴിഞ്ഞ് പിന്നെ വന്ന ഡ്യൂട്ടിക്ക്. നല്ല ക്ലൈമറ്റാണ് പുറത്ത്, ഇതാ കോൾഡ് ഉണ്ട് ക്ലൈമറ്റ്. യുബിക്യൂട്ടിൻ്റെ കുറച്ച് സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കാണണ്ടേ. എന്തോ ഇതാണ് യുബിക്യൂട്ടിൻ്റെ മറ്റേ NSM5, ലോക്കോ M5, പിന്നെ U6 എൻ്റർപ്രൈസസ്, ഇത് U6 Pro, U7 Pro. പുറത്തുനിന്ന് കാട്ടിക്കോ. ഓക്കെ, സംഭവം സെറ്റല്ലേ. അപ്പോൾ ആർക്കെങ്കിലും യുബിക്യൂട്ടി ഇല്ലെങ്കിൽ ഹുവാവേ, SBs എന്ത് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ വന്ന് നമ്പർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് വേണമെങ്കിലും ബെസ്റ്റ് പ്രൈസിൽ തരാം. കോൺടാക്റ്റ് ആക്കിയാൽ മതി. കോൺടാക്റ്റ് ആക്കാൻ പറ്റാത്ത ആൾക്കാർ മെസ്സേജ് ആക്കിയാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് വേണമെങ്കിൽ നമുക്കൊന്ന് കോൾ ആക്കിയാൽ മതി. ഓക്കെ, എല്ലാ സ്റ്റോക്കും അവൈലബിൾ ഉണ്ട്. എത്ര വേണം പറയും, അത്ര ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇതാക്കി തരാം. ഓക്കെ, സെറ്റാക്കി തരാം. അപ്പോൾ ഗായ്സ് കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി സ്വലാത്തുണ്ട്. എല്ലാവർക്കും കൊണ്ട് ഇതുവായിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കൂ, ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ, ഷെയർ ആക്കൂ. അതേപോലെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഐറ്റം ഒന്നും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, കോൾ ആക്കൂ. അപ്പോൾ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.